ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കോളിഫ്ലവർ കൊണ്ട് ഒരു 4 മണി പലഹാരമാണ് കാണിക്കുന്നത്, ഒരു സ്നാക്സൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഇതുപോലെ കോളിഫ്ലവറിൻ്റെ ഓരോ ഇതും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് കോളിഫ്ലവർ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുരുകുരുവായിട്ട് വേണം എടുക്കാൻ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ നമ്മളൊന്ന് വെക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാനൊരു 1 മണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് അടുപ്പത്ത് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അതിനകത്തേക്കാണ് നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് ബോയിൽ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കാം. ദെൻ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് ആദ്യം കുറച്ച് അരിപ്പൊടി, നമ്മൾ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങളുടെ കോളിഫ്ലവറിന് എന്തോരം വേണമെന്നുള്ളത് അതിനനുസരിച്ച് വേണം പൊടി എടുക്കാൻ. അരിപ്പൊടി എടുക്കുക. ദെൻ അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ദെൻ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ദെൻ കുറച്ച് മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് അധികം ഉപ്പ് വേണ്ടി വരില്ല. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ കോളിഫ്ലവർ എടുത്ത് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും ക്ലംസ് ഇല്ലാതെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി ഇതുപോലെ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള സ്വാദിഷ്ടമായ 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കോളിഫ്ലവറും ഇതുപോലെ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ഇതുപോലെ എണ്ണയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടിഷ്യൂവിൽ വെച്ചത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമുക്ക് സോസ് കൂട്ടി 4 മണിക്ക് ചായയുടെ കൂടെ പലഹാരമായിട്ട് എല്ലാവർക്കും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.